അവന്റെ പോക്ക് കണ്ടില്ലേ? പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും എന്തോ വലിയ മഹാകാര്യം ചെയ്തിട്ടാണ് ഈ പോകുന്നത് എന്ന്. ജീവൻ കൊടുത്ത സ്വന്തം ഉമ്മയുടെ തന്നെ ജീവൻ എടുത്തിട്ടാണ് ഇവൻ പോകുന്നത്. അവന്റെ പ്രവൃത്തിയും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ 1% പോലും കുറ്റബോധം അവന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെയൊക്കെ മനസ്സ് അത്രയ്ക്കും മരവിച്ച് കല്ലിച്ചു പോയി, അല്ലെങ്കിൽ ലഹരി അവന്റെയൊക്കെ മനസ്സിനെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാവവ്യത്യാസവുമില്ല. പകരം എന്തോ നല്ല കാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ്, എന്നുള്ള ഭാവമാണ്. അവന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, അവന്റെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. സാധാരണഗതിയിൽ ആ ഒരു ഇൻഫ്ലുവൻസ് പോയി കഴിയുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയെങ്കിലും മനസ്സിലുണ്ടാകേണ്ടതാണ്. പക്ഷെ ഇവന്റെ മുഖം കണ്ടോ? അങ്ങനെ ഒരു ചിന്തയുമില്ല. അപ്പൊ കരുതിക്കൂട്ടി ഇവൻ പ്ലാൻ ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വന്നതാണ്. ഇത്രയുമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ആ ഉമ്മ മകനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മയ്ക്ക് വയ്യാതെ കിടക്കുമായിരുന്നു. എന്തോ ഒരു ട്യൂമർ വന്നതിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് റെസ്റ്റിലായിരുന്നു ആ ഒരു ഉമ്മ. ആ സമയത്താണ് ആ ഉമ്മയോട് ഇവൻ ഈ ക്രൂരത കാണിച്ചത്. ഇവൻ പ്ലാൻ ചെയ്തതാണെന്നുള്ളതിന്റെ വിവരങ്ങളൊക്കെ പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ ദിവസങ്ങളായിട്ട്, കുറേ നാളുകളായിട്ട് ഈ ഉമ്മയോട് സ്ഥലം വിൽക്കണം, പൈസ ആവശ്യപ്പെടുന്നുണ്ട്, സ്ഥലം വിൽക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഉമ്മ സമ്മതിക്കാതെ വന്നപ്പോൾ അതിന്റെ ദേഷ്യമാണ് ഇവൻ ആ ഉമ്മയോട് കാണിച്ചത്. സാധനം വാങ്ങിക്കാൻ പൈസ വേണമല്ലോ. ഇവനൊക്കെ പൈസ വേണമെന്നുണ്ടെങ്കിൽ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് ഇവനൊക്കെ വാങ്ങിച്ചങ്ങ് ഉപയോഗിക്കട്ടെ. നമ്മുടെ നാടിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണല്ലേ? ഭയം തോന്നുന്നു. ഇപ്പൊ മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് മനുഷ്യന്മാരെ തന്നെയാണ്. ഇതുങ്ങളെ ഒന്നും മനുഷ്യന്മാരെന്ന് വിളിക്കാൻ പറ്റില്ല. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നഷ്ടപ്പെട്ടവരെ എങ്ങനെ മനുഷ്യനെന്ന് വിളിക്കാനാണ്? കലിയുഗത്തില് മനുഷ്യന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അച്ഛനെയും അമ്മയും പോലും തിരിച്ചറിയില്ല, ബന്ധങ്ങളെ പോലും തിരിച്ചറിയില്ല. ആ രീതിയിൽ മനുഷ്യന്റെ മനസ്സ് മാറുമെന്ന് പറഞ്ഞത് ചുമ്മാതെയല്ല. പണ്ടുള്ളവരൊക്കെ പറഞ്ഞു വെച്ചത് കൃത്യമാണ്. ഇന്ന് നമ്മുടെ നാടിനെ ബാധിച്ചേക്കുന്ന ഏറ്റവും വലിയ കലിയാണ് ഈ ലഹരി മരുന്ന്. എന്നാൽ ഇത് ഇല്ലാതെയാക്കാനോ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവത്തിന്റെ വിൽപ്പന നിർത്താനോ നമ്മുടെ ഗവൺമെന്റ് പോലും ശ്രമിക്കുന്നില്ല. കൊച്ചി പോലെയുള്ള സ്ഥലങ്ങൾ ഇപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഹബ്ബാണ്. ഒരുപാട് പേരുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഒരുപാട് ആൾക്കാർ, കോളേജിലൊക്കെ പഠിക്കുന്ന മിക്ക സ്റ്റുഡൻസും ഇതിനൊക്കെ അടിമപ്പെട്ടേക്കാണ്. ഈ പയ്യൻ തന്നെ, ഇവന് നേരത്തെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കോളേജിൽ പഠിക്കാൻ പോകുന്നിടം വരെ ഇവന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. നല്ല പയ്യനായിരുന്നു. കോളേജിൽ പഠിച്ചതോടുകൂടി, കോളേജിൽ കൊണ്ട് ചേർത്തതോടുകൂടി ഇവൻ നശിച്ചുപോയി. കൂട്ടുകൂടി. എപ്പോഴും കൂട്ടുകാരാണ് ഈ പരിപാടി കാണിക്കുന്നത്. ഒരാൾക്ക് സ്വന്തമായിട്ട് അങ്ങ് ഉപയോഗിച്ചാൽ പോരാ. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? മറ്റുള്ളവരെയും കൂടി ഉപയോഗിപ്പിക്കും, കൂട്ടുകാരെയും കൊണ്ട് ഉപയോഗിപ്പിക്കും. നീ ധൈര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ച് കാണിക്കുക, അങ്ങനെ പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ആണുങ്ങളുടെ ഇടയിൽ ഈ ഡൊമിനൻസ് കാണിക്കുക, ധൈര്യം കാണിക്കുക, ആണത്തം കാണിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ സംഭവമായിട്ടാണല്ലോ അവർ കരുതിയേക്കുന്നത്. ആണുങ്ങളുടെ ഇടയിൽ മാത്രമല്ല, പെണ്ണുങ്ങളുടെ ഇടയിലും എത്രത്തോളം ടീനേജേഴ്സ് ആയിട്ടുള്ള ആണുങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ അതേ അളവിൽ തന്നെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ജെൻഡർ ഒന്നും തിരിക്കാൻ പറ്റത്തില്ല ഈ കാര്യത്തിൽ. രണ്ട് വിഭാഗത്തിലും ഇതിന്റെ ഉപയോഗം ഉണ്ട്, ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതിന്റെ വിൽപ്പന നടക്കുന്നത് പെൺകുട്ടികളുടെ കയ്യിൽ നിന്നാണ്. സ്ത്രീകൾ വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിൽപ്പന കൂടുതലായിട്ട് നടക്കുന്നത്. പണ്ട് ആണുങ്ങളായിരുന്നു വിൽക്കാൻ നടക്കുന്നത്, പക്ഷെ ഇപ്പൊ സ്ത്രീകളാണ്. കാരണം സ്ത്രീകളാവുമ്പോൾ പിടിക്കപ്പെടുന്ന സാധ്യത വളരെ കുറവാണ്. ഏത് ലഹരി മരുന്ന് വേട്ടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിനകത്തൊരു പെൺകുട്ടിയും കാണും. ആ പെൺകുട്ടിയായിരിക്കും മെയിനായിട്ട് ഈ സാധനം കൊണ്ടു നടക്കുന്നത്. ഇതിന്റെ ഉപയോഗം മാത്രമല്ല, ഇതിന്റെ വിൽപ്പനയും ഇപ്പൊ നമ്മുടെ നാട്ടിൽ പെരുകിയേക്കാണ്. ഞാൻ നിങ്ങളെ വേറൊരു ന്യൂസ് റിപ്പോർട്ട് കാണിച്ചു തരാം, അതിനെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആഷിഖ് ലഹരിക്കടിമപ്പെടുന്ന ആദ്യത്തെ കുറ്റവാളിയല്ല, അവസാനത്തെ കുറ്റവാളിയാകാനും സാധ്യതയില്ല. കൊച്ചിയിലെ കണക്കുകൾ പറയുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഏറ്റവും കൂടുതൽ ലഹരി ക്രിമിനലുകൾ വാഴുന്ന പ്രദേശങ്ങളിലൊന്നാണ് കൊച്ചി. കൊച്ചിയിലെ കണക്കുകൾ തന്നെ ഇത് പറയുന്നു. ക്രിമിനലുകൾ കഴിഞ്ഞാടാനും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനും ലഹരി വളമാകുന്നത് എങ്ങനെയെന്ന് കൊച്ചിയിലെ കണക്കുകൾ പറയുന്നു. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൊച്ചിയിലെ കണക്കുകളുമായി. മെട്രോ നഗരമായ കൊച്ചിയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രാസലഹരി ഒഴുകിയെത്തുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പിടിയിലാകുന്നവരിൽ ഏറെയും യുവാക്കളാണ്. പിടിയിലാകുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് എന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ ലഹരി കടത്തുന്ന കാരിയേഴ്സായി കൂടുതലായും ഇപ്പോൾ പിടിയിലാകുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ വഴിയാണ് ഇപ്പോൾ കൂടുതൽ ലഹരിയും കടത്താൻ ശ്രമിക്കുന്നത് എന്നും അന്വേഷണ സംഘങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഈ രാസലഹരിയും മറ്റും ഉപയോഗിച്ച ശേഷമുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും വലിയ തോതിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് കൊച്ചിയിലെ കണക്ക് മാത്രമാണ് ഈ പറയുന്നത്.
കേരളത്തിലുള്ള മുഴുവൻ ജില്ലകളിലെയും കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമല്ല തോന്നുന്നത്, പേടിയായിരിക്കും തോന്നുന്നത്. അത്രയും കൂടുതലുണ്ടായിരിക്കും. ഒരു 5-6 വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഈ ലഹരി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മുഴുവനായിട്ട് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ ഈസിലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇടുക. എത്ര വലിയ സുഹൃത്ത് ബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഇടുക. കാരണം നമ്മളെ അവർ വഴിതെറ്റിക്കും. ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും, നിസ്സാരമെന്ന് നമ്മൾ തോന്നുന്ന ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നമ്മളെ അവർ വഴിതെറ്റിക്കുന്നത്. അതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടത്തോടു കൂടിയിട്ട് എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും അത് ഉപയോഗിക്കുന്നവരായിട്ട് മാറും. അതുകൊണ്ട് ഇത്തരക്കാരൊക്കെ സുഹൃത്തുക്കളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടേക്കുക അവരിൽ നിന്ന്. അതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് തെറ്റാണ്, ഇതൊക്കെ ശരീരത്തിന് കേടാണ്, നാടിനും വീടിനും എല്ലാം ആപത്താണ് എന്നുള്ളത് ഇത് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങുന്ന പുതിയ രീതിയിലുള്ള ലഹരികളൊക്കെ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞ് നിർത്താൻ പറ്റില്ല. നേരത്തെ കുറെ ഒരു ലോങ് ടൈം ഉപയോഗം കഴിയുമ്പോഴായിരിക്കും ഇത് അഡിക്ഷൻ ആയിട്ട് മാറുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, 1-2 തവണ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് അഡിക്റ്റ് ആവുകയാണ്. ആ രീതിയിലുള്ള പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ആൾക്കാർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഇതിന്റെ പുറകിൽ ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മെഡിസിനൽ ഇൻഡസ്ട്രി പോലെയാണ് ഇതും. മെഡിസിനൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെയൊക്കെയാണോ റിസർച്ച് നടത്തുന്നത് അതേപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിലും അവർ റിസർച്ച് നടത്തുന്നുണ്ട്, പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തു നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പോലീസും കോടതിയും ഒന്നും തന്നെ ഇടപെടത്തില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങളോ ഗവൺമെന്റോ ഒന്നും തന്നെ ഇതിനകത്ത് ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എപ്പോഴേ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാമായിരുന്നു, തുടങ്ങിയപ്പോഴേ തുടച്ചു നീക്കാമായിരുന്നു. ഇപ്പൊ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് സിറ്റുവേഷൻ. പോലീസുകാർ അവിടെ നിന്ന് പിടിക്കുന്നു ഇവിടുന്ന് പിടിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. 3 ഗ്രാമേ ഉള്ളൂ 4 ഗ്രാമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വെറുതെ വിടും. എന്നാൽ ഈ 3 ഗ്രാം കൈവശപ്പെടുത്തിയവന് ആരിൽ നിന്നാണ് വാങ്ങിച്ചത്? അങ്ങനെ താഴെ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏത് വ്യക്തിയിൽ നിന്നാണ് ഇത് ലോങ് ടൈം ആയിട്ട് വാങ്ങിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൾക്കായിട്ട് ആരാണിത് വിൽപ്പന നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അയാളെ പിടിക്കത്തില്ല. എപ്പോഴും ഈ താഴത്തെ കണ്ണിയിലുള്ള ആൾക്കാരെ മാത്രം പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് നിർത്താൻ പറ്റുന്നത്? ഇതൊക്കെ ഒരു വലിയ ചെയിനാണ്. ഏറ്റവും ലാസ്റ്റിലത്തെ കണ്ണിയിലുള്ളവരെ ആയിരിക്കും പോലീസുകാർക്ക് കിട്ടുന്നത്. അവരുടെ ഇരിക്കുന്നത് 3 ഗ്രാമോ 4 ഗ്രാമോ അങ്ങനെ ചെറിയ എമൗണ്ട് ആയിരിക്കും. ആ ചെറിയ എമൗണ്ട് കിട്ടിയിട്ട് ആ ചെറിയ എമൗണ്ട് മാത്രം നശിപ്പിച്ചു കളഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ താഴത്തെ കണ്ണിയെ കിട്ടുമ്പോൾ മേളത്തെ കണ്ണിയെ പൊക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല. റൂട്ടിൽ നിന്ന് പിഴുത് കളഞ്ഞെങ്കിലല്ലേ ഉള്ളൂ പിന്നെ ചെടി കിളിച്ച് വരാതിരിക്കത്തുള്ളൂ. ഈ കള പറിക്കുന്നവര് നമ്മൾ റൂട്ടിൽ നിന്ന് പിഴുത് കളയുവാണ്, അല്ലാതെ മണ്ടയിൽ നിന്ന് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും കിളിച്ച് വരും. എന്ത് ചെയ്യാനാണ്? നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിനകത്തുനിന്നൊക്കെ മാക്സിമം വിട്ടു നിൽക്കുക, നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല.